ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയും നിന്റെ ഭർത്താവും കൂടി സന്തോഷിച്ച് ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഭർത്താവ് ഭാര്യയെ കുട്ടി അല്ലാതെ വേറെ ആരെ കുട്ടിയാ നടക്കേണ്ടത്? കൽപ്പന, ഞാൻ മുറിക്ക് പുറത്തുണ്ട്. നീ ഇപ്പൊ പുറത്തു വന്നില്ലെങ്കിൽ നിനക്കത് ബുദ്ധിമുട്ടാവും. കൽപ്പന, ഞാൻ മുറിക്ക് പുറത്തുണ്ട്. നീ ഇപ്പൊ പുറത്തു വന്നില്ലെങ്കിൽ നിനക്കത് ബുദ്ധിമുട്ടാവും. എന്താ ഗൗതം ഇത്? എന്തിനാ എന്നിങ്ങനെ ടെൻഷൻ ആക്കുന്നേ? ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് പോരാൻ ഇപ്പൊ നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? നീ ഒരുപാട് മിടിക്കുന്നാണോ നിന്റെ ധാരണ? ഞാൻ ആരാ? നിനക്ക് വേണ്ടാന്ന് തോന്നുമ്പോ വലിച്ചെറിയാനുള്ള വെറും ചവറോ? ഗൗതം പ്ലീസ്, ഇപ്പൊ നമ്മൾ തമ്മിലൊരു സംസാരം ഉണ്ടായ ആരെങ്കിലും അത് കേട്ടു വരും. അതെല്ലാവർക്കും പ്രശ്നോ? എനിക്കൊരു പ്രശ്നവുമില്ല. നീയും നിന്റെ ഭർത്താവും കൂടി സന്തോഷിച്ച് ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഭർത്താവ് ഭാര്യയെ കുട്ടി അല്ലാതെ വേറെ ആരെ കുട്ടിയാ നടക്കേണ്ടത്? ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഇനി ഇത് ആവർത്തിക്കരുതെന്ന്. രാധിക, അത് ഞാൻ ഇവനെ പറഞ്ഞു വിടാൻ വേണ്ടി. രണ്ടുപേരുടെയും വിശദീകരണമൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഗൗതം, വരുണോ ഏട്ടനോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമോ, ഈ വീടിനകത്ത് താൻ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ അറിയോ ചെയ്താല് എന്താ അനുഭവം എന്നറിയോ? വരുണാണ് അറിയുന്നെങ്കിൽ ഒരു അടി കൊണ്ട് തീരില്ല. കയ്യോ കാലോ തല്ലി ഒടിക്കും.
നീ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഗൗതം ഈ എന്നെയോ? ഗൗതം ദേവനാരായണൻ തിരുമേനിയുടെ മകള് അതിനുള്ള വളർച്ചയൊന്നും വളർന്നിട്ടില്ല. നിർത്തടാ. ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവൻ ചെയ്തു വെച്ചിട്ട് അതിന്റെ മേലെ നിന്ന് വെല്ലുവിളിക്കുന്നോ? നീ പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാനിപ്പോ അവരെ ആരെങ്കിലും വിളിച്ചു കൂട്ടിയാ അത് ഈ നിൽക്കുന്ന ഏട്ടത്തെ ബാധിക്കും. അത് ഈ കുടുംബത്തിന് വലിയ നാണക്കേടും ആവും. അതുകൊണ്ട് ഞാനത് ചെയ്യില്ലാന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? നീ എന്താ വിചാരിച്ചേ? അങ്ങനെയല്ലാതെ എനിക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ അറിയില്ലേ? നിനക്കൊക്കെ ഒരു തോന്നലുണ്ട്. നീയും നിന്റെ അച്ഛനും വിചാരിച്ച കുറെ ഗുണ്ടാ സംഘങ്ങളെ കിട്ടും. നിങ്ങൾ പറയുന്നവരെയൊക്കെ അവര് കൊന്നിരിക്കുന്നു. കുറെയൊക്കെ അതില് സത്യമുണ്ട്. പക്ഷേ ഏട്ടനോട് ഞാൻ ഏട്ടന്റെ ഭാര്യയെ വേറൊരുത്തും തൊട്ടു എന്ന് പറഞ്ഞാല്, ഏട്ടത്തിക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് വരുണോട് പോയി പറഞ്ഞാല്, ഇവിടെ വെച്ചല്ല, ലോകത്തിന്റെ ഏത് മൂലയിൽ നീ പോയി ഒളിച്ചാലും അവിടെ വന്ന് കണക്ക് തീർക്കും വരും. ഓ, ഇറങ്ങിപ്പോടാ. നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഏട്ടനിപ്പോ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതിലൊരു തരി പോലും കൃത്രിമോ ഇല്ല. എന്താ നിങ്ങൾക്ക് ആ മനുഷ്യനിപ്പോ എന്താ തരാത്തത്? രാധിക നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അന്വേഷിക്കുന്നു, നിങ്ങളെ കൂട്ടിക്കൊണ്ട് പുറത്തു പോകുന്നു, നിങ്ങൾ ഏത് സമയവും സന്തോഷിപ്പിച്ചിരുത്താൻ ശ്രമിക്കുന്നു. അതൊക്കെ ഇതിൽ കൂടുതൽ ഭർത്താവ് എന്ന നിലയ്ക്ക് ആ മനുഷ്യൻ എന്ത് ചെയ്യണം? നിങ്ങളെയും ഇപ്പൊ ഇവിടുന്ന് പോയ അവനെയും ഒന്നിച്ച് മുറിയിലാക്കി അതിനും കൂടി ആ മനുഷ്യൻ കാവലിരിക്കണം. മുഖത്തും ചുണ്ടിലൊക്കെ ഓരോ വില കൂടിയ സാധനം വാങ്ങിച്ച് തേച്ചാ പോരാ. ജനിച്ച കുടുംബത്തിൽ നിന്ന് പഠിക്കണം സംസ്കാരം എന്താന്ന്. എന്താ രണ്ടുപേരും ഇവിടെ? അത് എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. സൂര്യയെ ഉണർത്തണ്ടെന്ന് കരുതി പുറത്തിറങ്ങി പോന്നപ്പോ രാധികയെ കണ്ടു. ഞങ്ങള് വെറുതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അത് ഏട്ടാ, മുത്തശ്ശിക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ ഞാൻ മുത്തശ്ശിയെ നോക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാ ഏട്ടത്തി ഇവിടെ നിൽക്കുന്ന കണ്ടത്. ഓ ആയിക്കോട്ടെ. രാധികയുടെ അടുത്ത് കൽപ്പന കുറച്ചു നേരം നിൽക്കുന്നു പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്കത് സന്തോഷമുള്ളൂ. അത്തരം കാര്യങ്ങൾ രാധിക കൽപ്പന പഠിക്കുമല്ലോ. ഓക്കെ, നടക്കട്ടെ. ശരി.